ബാക്ക്ഗ്രൗണ്ടൊന്നും പരിഗണിക്കാതെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അവയവദാനത്തിൻ്റെ വലിയൊരു സംഭവം എന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ ബ്രെയിൻ ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് അവയവം കൊടുത്തപ്പോൾ അതിനെതിരെയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അപ്പോൾ കുറച്ച് പുതിയ അലോപ്പതി പയ്യന്മാർ എന്നെ പരിഹസിച്ചുകൊണ്ടും എൻ്റെ വേഷം വെച്ചിട്ട്, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, അവർക്ക് റീച്ചിനായിരിക്കും. എന്തായാലും ഇന്ന് വന്നൊരു വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അലോപ്പതിക്കാരനായിരുന്ന ഡോക്ടർ ഗണപതി ഈ വിഷയം മുമ്പ് സൂചിപ്പിച്ചതാണ്. പേഷ്യൻ്റ് ബ്രെയിൻ ഇഞ്ചേർഡ്, ഐ ആം നോട്ട് ബ്രെയിൻ ഇഞ്ചേർഡ് ആയത് ഇവർ റിലേറ്റീവ്സിന് മണിയടിക്കും. രക്ഷയില്ല, ചത്തുപോയി, ഏതായാലും പോയില്ലേ, നിങ്ങൾ ഓർഗൻ കൊടുക്കുക, 4 ലക്ഷം രൂപ ബില്ലായി, ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമല്ലോ, എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, പിന്നെ നിങ്ങൾ അവയം കൊണ്ട് 3-4-5 പേര് ജീവിക്കുന്നതല്ലേ. ഇതിൻ്റെ ക്ലൈമാക്സ് എന്തെന്നറിയോ? നിങ്ങളുടെ മകൻ്റെ കണ്ണ് ട്രാൻസ്പ്ലാന്റ്, അവന് നിങ്ങളെ കാണാം ആ കണ്ണിൽ കൂടെ. ഇതാണ് അവരുടെ ട്രംപ്. ഒരു പേഷ്യൻ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വളരെ ഇന്നസെൻ്റായിട്ട് ഞാൻ ചോദിച്ചാണ്. 2015-ലെയും 2016-ലെയും ബ്രെയിൻ ഡെത്തായ പേഷ്യൻസിന് ലിസ്റ്റ് തരാൻ പറഞ്ഞു. 2015 76, 2014 72, രണ്ടും കൂടെ 145 ബ്രെയിൻ ഡെത്ത്. അതിൽ ഷോക്കിംഗ് ആയിട്ട് നോക്കിയാൽ ഒരു മുസ്ലിം പേര് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. വൈ മുസ്ലിംസ് മേക്ക്, ഐ ആം നോട്ട് എൻ ആൻറ്റി മുസ്ലിം, ഐ ആം ഡെഫിനറ്റ്ലി നോട്ട്. ഞാനൊരു സംഖ്യയുമല്ല. ദിസ് ഈസ് പ്യൂർലി എ സയൻറ്റിഫിക് ക്വസ്റ്റ്യനാണ്. ഇത്രയും പേര് ബ്രെയിൻ ഡെത്ത് ആകുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ഇൻ ഹോസ്പിറ്റൽസ് ഓൺ ബൈ മുസ്ലിം ബിസിനസ്മെൻ ഓർ മുസ്ലിം ഡോക്ടേഴ്സ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇത് എൻ്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് ബ്രെയിൻ ഡെത്ത് എന്നല്ല, പൂർണ്ണമായി ഡെത്തായി എന്ന് പറഞ്ഞത്, പൂർണ്ണമായി മരിച്ചു. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മരണമല്ലല്ലോ. ആ പയ്യന്മാർ എന്നെ വിമർശിച്ചപ്പോൾ പറഞ്ഞത് അതൊരിക്കലും ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ്. മക്കളെ, പൂർണ്ണമായി മരിച്ചു, ബ്രെയിൻ മാത്രമല്ല മുഴുവൻ ഡെത്തായി എന്ന് പറഞ്ഞ കേസുകൾ പോലും, ചിതയിൽ വെച്ച് എഴുന്നേറ്റ് വന്ന സംഭവങ്ങൾ, ഗട്ടറിൽ വീണ് എഴുന്നേറ്റ് വന്ന സംഭവങ്ങൾ, പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സംഭവങ്ങളൊക്കെ നിലനിൽക്കെ ബ്രെയിൻ ഡെത്തിൻ്റെ പരിമിതി നിങ്ങൾ മനസ്സിലാക്ക്. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഇതിൻ്റെ അപകടം, ഒരു എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ പല ആളുകളും വലിയ പുണ്യകർമ്മം പോലെ ബ്രെയിൻ ഡെത്ത് പൂർണ്ണമായി മരണമാണെന്ന് ധരിച്ചുകൊണ്ട്, നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഒരിക്കലും ജീവിതത്തിലേക്ക് വരൂല എന്ന് ധരിച്ച് പലരും ഇതിനൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവരൊന്ന് റീതിങ്ക് ചെയ്തോട്ടെ, അതെല്ലാ മതസ്ഥരും റീതിങ്ക് ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ജബ്ബാർ മാഷിൻ്റെ സംഭവം, ഇതുപോലെ അറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ പൂർണ്ണമായി മരിച്ചു എന്ന് അലോപ്പതിക്കാർ വിധി എഴുതിയത് പോലും ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട് എങ്കിൽ കേവലം ഒരു ബ്രെയിൻ ഡെത്ത് പൂർണ്ണമായ ഡെത്താണോ? ഒരിക്കലും. അല്ലെങ്കിൽ 1% മാത്രമാണ് തിരിച്ചു വരാൻ. ആ സാധ്യതയുടെ കണക്കൊക്കെ എത്ര അടിസ്ഥാനമുള്ള കാര്യമാണ്, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായവുമായിട്ട് വന്നതാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ. ശേഷം പുറത്തെടുക്കുമ്പോൾ ശ്വാസം നിലച്ചിരുന്നു. മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ശരീരം 1 ദിവസത്തിലധികം മോർച്ചറിയിൽ സൂക്ഷിച്ചു. ബന്ധുക്കളെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്. അവിടെയാണ് സിനിമാ കഥയെ വെല്ലുന്ന ക്ലൈമാക്സ്. തലക്കര അടിയടിച്ചപ്പോഴത്തേക്ക് അവിടെ കണ്ടമാനം ചോരയുണ്ട്. ആ സമയത്ത് അടിയടിച്ചപ്പോഴത്തേക്ക് എൻ്റെ വിരല് ഞെട്ടി അനങ്ങി. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആള് ബോധം കെട്ട് താഴ്ത്തി വീണ്. പോസ്റ്റ്മോർട്ടത്തിന് ചുറ്റിക കൊണ്ടടിച്ചതിന്റെ അടയാളം ഇന്നും ഇടതുനെറ്റിയിലുണ്ട്. മക്കളെ,